നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എപ്പോഴെങ്കിലും ഒരിക്കലേട്ടാ ആണ്ടിൽ ചെങ്കരക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇന്നൊന്ന് ഫോട്ടോ എടുത്താന്നേന്ന് പറഞ്ഞു കേട്ടോ. ഒരു പ്രാവശ്യം പിള്ളേരോടെ പറഞ്ഞത് അമ്പലത്തിൽ ഇപ്പോൾ ഷർട്ട് ഇട്ടിട്ട് ഇന്ന് ഈ ഷർട്ട് ഇട്ടിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ കുത്താമ്പള്ളിന്ന് എടുത്തിട്ടാ എടുത്താണ്. അടിപൊളി പുറത്തിട്ടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടി എടുക്കാൻ വേണ്ടി എടുത്ത പക്ഷെ അന്ന് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്ന വെച്ചാൽ നമ്മൾ കർക്കിടക മാസമായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്ന് കർക്കിടക മാസം ആയപ്പോൾ ഒന്നും നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പം ഇന്നോട്ട് ഞാൻ അമ്പലത്തിൽ പോകണം. അപ്പോൾ പോയാലാ അങ്ങനെ ഞാൻ അമ്പലത്തിലേക്കൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് നമ്മുടെ അടുത്തുള്ള മുല്ലമർ ഭർത്താവ് അമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ നമ്മൾ മുല്ലമർ ഭർത്താവിലേക്ക് എത്താറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് തൊഴുത് കഴിഞ്ഞ് നമുക്ക് മനസ്സിന് ഒരുപാട് സമാധാനം. അവിടെ മാത്രമല്ല ഓൾറെഡി അമ്പലങ്ങളിൽ പോയി വരുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ്. അങ്ങനെ വന്നു. അപ്പോൾ പിന്നെ കുറച്ച് കുണിക്ക് എപ്പോൾ വന്നാലും ഇതേ ഇവിടുന്ന് പട്ടാസ് എന്ന് പറഞ്ഞ സാധനം മേടിക്കണം കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ കാണാം. അപ്പോൾ കുണിക്കടിയിൽ ആദ്യം കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു മേടിക്കാൻ. അപ്പോൾ അവിടെ ഇരിക്കുന്ന അച്ചാച്ചനെ കാണില്ല, കാലിന് വയ്യാത്ത ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു ആ അച്ചാച്ചന് കൊടുത്ത കുഞ്ഞാൽ കുണിക്കുമ്പോളെ കാശ് തരണം. അപ്പോൾ കുണിക്കുമ്പോളെ കൊണ്ട് കൊടുത്തു. അതിൻ്റെ പട്ടാസ് മേടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരൊക്കെ മേടിക്കുകയാണെങ്കിൽ 10 രൂപയുള്ളൂ. പക്ഷേ ഇവിടെ എത്രയായിരുന്നു കേട്ടോ പട്ടാസിന്? 20 ആട്ടോ. ഇവിടെ 20 രൂപ മേടിക്കുക. പക്ഷേ നമ്മൾ ഗുരുവായൂരൊക്കെ 10 രൂപയ്ക്ക് കിട്ടും കേട്ടോ പൂരത്തിനൊക്കെ. പക്ഷേ ഇവിടെ അവർ 20 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. കുറച്ച് കടന്ന കയ്യാണ്. എന്നാലും പിന്നെ നമ്മൾ വേറെ പേശിയിട്ട് കാര്യമില്ലല്ലോ. ഓരോന്ന് മേടിച്ചു കൊടുത്ത് ഇനി ഗുരുവായൂരിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അനിയേട്ടൻ്റെ ചടങ്ങുകൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കാന്ന് വെച്ചാൽ അനിയേട്ടൻ സ്ഥിരമായിട്ട് 2-3 അപ്പാപ്പന്മാരുണ്ട്. അവർ വന്നിട്ട് അനിയേട്ടൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും അനിയേട്ടനോട് ഇടിപ്പിച്ചേ വിടുവേണ്ട. ആ ബേക്കറി വെക്കണ അച്ചാച്ചനൊക്കെ ഇടിപ്പിച്ചേ വിടുള്ളൂ കേട്ടോ. അങ്ങനെ അനിയേട്ടൻ 2-3 ലോട്ടറി ഒക്കെ എടുത്തു. ഇന്ന് ഞായറാഴ്ച ആക്കാനും ലോട്ടറി വിൽക്കണ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അനിയേട്ടൻ മുഖത്ത് നോക്കി ഇല്ല വേണ്ട എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അനിയേട്ടൻ. അപ്പോൾ അത് അനിയേട്ടൻ മേടിച്ചു. പിന്നെ നമ്മൾ എവിടെ എത്തിയാലും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കിങ്ങനെ പുറത്തിറങ്ങുമ്പോഴല്ലേ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ഇൻസ്റ്റയിലേക്കിടല്ല കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നു ഷേപ്പി നമ്മൾ വേറെ ഒരു അമ്പലത്തിൽ കൂടി നമ്മൾ പോകേണ്ടിട്ട് പെരിങ്ങോട്ടുകര വിഷ്ണുമായയുടെ അമ്പലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ ഏകദേശം എത്തണോടുകൂടി ഇവരോട് വിളിച്ചിട്ട് പറയും അവരോട് വരാമെന്ന് വെച്ചിട്ട് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ നെയ്റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറട്ടെ. ഏതാ ഹോട്ടൽ തന്നെ കേട്ടോ? ശരവണ ഭവനിൽ കയറട്ടെ. ചില സമയത്തൊക്കെ നല്ല സാമ്പാർ കറി. ഇന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല സാമ്പാറും ദോശയ്ക്കാണ് കിട്ടിയത്. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ മാറുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ദോശ. അപ്പോൾ ഞാൻ ആദ്യം 4 പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ പ്രാവശ്യം ദോശ ചെറുതേക്കാനും അല്ലെങ്കിൽ ഞാൻ കുണിക്കിലെ പകുതി കഴിക്കാറ്. പിന്നെ എല്ലാവർക്കും ഓരോ നെയ്റോസ്റ്റൊക്കെ മേടിച്ചു. എല്ലാവരും കഴിക്കട്ടെ. പിന്നെ കുഞ്ഞിന് ഒരെണ്ണമൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാവശ്യം ചെറുതേക്കാനും കുഞ്ഞിനൊക്കെ ഓരോന്ന് കഴിച്ചു. പൊന്നു എന്നാണ് പറയുന്നത്. എപ്പോൾ നോക്കിയാലും നമ്മുടെ വായിൽ പൊന്നു എന്ന് വരും. അങ്ങനെ ഞാനായിട്ട് കുണക്കൻ്റെ കൈയൊക്കെ കഴിച്ച് അച്ഛനും മോനും വന്നിരിക്കട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അച്ഛനും മോനും കുറേ നേരമായിട്ട് റെഡിയായിരുന്നു. അവർ പിന്നെ സെറ്റായി കൈയൊക്കെ കഴുകുന്നു. അവൻ്റെ കൈ കഴുകി വന്നാട്ടോ. പക്ഷെ വീണ്ടും മേശയമേ കൈ തൊട്ടു എന്നുകൊണ്ട് അച്ഛൻ വീണ്ടും കൈ കഴുകിക്കാൻ കൊണ്ടുപോയതാട്ടോ. അച്ഛനും മോനും ഇത് പറഞ്ഞിട്ടാണ് അടി. ഫുഡ് കഴിക്കണ കൈ കൊണ്ടാണ് അവിടെ തൊടുന്നത് ഇവിടെ തൊടുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നെയ്റോസ്റ്റൊക്കെ കഴിച്ച് നേരെ പെരിങ്ങോട്ടുകാരിലെ വിഷ്ണുമായയുടെ അമ്പലത്തിലേക്കായിട്ട് നമ്മളെത്തിയത്. അവിടെ എത്തിയപ്പോഴേ തൃശ്ശൂർ പൂരത്തിൻ്റെ ജനങ്ങൾ അത്രയും തിരക്ക്. നമ്മൾ ഇതുവരെ ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല അല്ലേ ചേട്ടാ? ഭയങ്കര തിരക്കിട്ടാണ്. ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നുമില്ലാണ്ട് വേറൊരു സ്ഥലത്തൊക്കെ കൊണ്ടിട്ട് പാർക്ക് ചെയ്തിട്ട് അവരുടെ തന്നെ വേറെ സ്ഥലങ്ങൾ കൊണ്ടിട്ട് പാർക്കിങ്. നമുക്ക് എന്നും പോകുന്ന സ്ഥലത്തും പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞിനൊക്കെ വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞൻ ചുവന്ന കുറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മൂക്കുമ്പോഴേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിനോടാണ് മൂക്കുമ്പോൾ നിറച്ച് കുങ്കുമാണ് അതൊക്കെ തുടയ്ക്കുന്നൊക്കെ പറയുന്നത് കേട്ടോ. കുഞ്ഞിനും നല്ല ഉറക്കം കഴിഞ്ഞിട്ടാണ്. കുണുക്ക ഉറങ്ങിയില്ല, കുണിക്കും കുഞ്ഞിന് നല്ല ഉറക്കങ്ങൾ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ കുങ്കുമം മൂക്കുമ്പോൾ വെറുതെ തട്ടിയോളും. പിന്നെ ഞാൻ സാരി കൊണ്ടൊക്കെ അത് തുടച്ച് വൃത്തിയാക്കി. അവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു വിചാരം കാര്യങ്ങളൊന്നുമില്ല. അത് തുടയ്ക്കണം, ഭംഗിയിൽ നടക്കണം അങ്ങനെയൊന്നുള്ള വിചാരങ്ങളൊന്നും കുഞ്ഞിനില്ല കേട്ടോ.
അങ്ങനെ കുഞ്ഞ് പിന്നെ എന്താ സാമ്പാർ പുളിച്ച് തേട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടെ. പിന്നെ അവൾ പറഞ്ഞു ഞാൻ വായ തുറന്നിട്ടാണോ കിടന്നിരുന്നതെന്നൊക്കെ ചോദിക്കട്ടെ കാറിൽ. അപ്പം ഞാൻ കുറേ ആൾക്കാർ കാറിലേക്ക് നോക്കണുണ്ട്. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ വായും തുറന്നിട്ട് നീ കിടന്നിരുന്നു. അപ്പോൾ അവൾ അയ്യോ നാണക്കേട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞത് അനുവേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കുണുക്ക് ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ കുണുക്കൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. കുണുക്കന് എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ എടുത്തു വയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു, ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും പുറത്ത് വന്നിട്ടുള്ളൊരു ഫോട്ടോ കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ദൈവമേ ചോറും ആ വരിയൊക്കെ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ പുറത്തേക്കായിരുന്നു കേട്ടോ. ആ ഗേറ്റിൻ്റെ പുറത്തിൻ്റെ അവിടേക്കായിരുന്നു. അതിൻ്റെ കഴിക്കില്ലേ ഞാൻ എൻ്റെ കൂടെ ഒന്ന് കുറച്ചുകൊണ്ട് കഴിക്കാം. അതിൻ്റെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇത്ര വേഗം കഴിഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞ കുഞ്ഞിനോട് പറഞ്ഞു എൻ്റെ അച്ഛന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട് കുഞ്ഞെന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ എന്ന് വെച്ചാൽ ഇവരോട് പറയണം എൻ്റെ ഫോട്ടോ എടുത്തരും കുഞ്ഞാന്നൊക്കെ ഇവരോട് പറഞ്ഞാൽ ഇവിടെ എടുത്തരുള്ളൂ കേട്ടോ. ഉറക്കമത്തല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരുടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇവർ പറയാണ്ട് തന്നെ എടുത്തു കൊടുക്കും കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്ന് നമ്മുടെ ശോഭ സിറ്റിക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ തറവാട് വീട് ശോഭ സിറ്റിയാണ്. ഒരു കുഞ്ഞുങ്ങൾക്ക് 2 ദിവസം ശനിയോ ഞായറോ മുടക്കിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ശോഭ സിറ്റിയിലുണ്ടാവും. ശനിയാഴ്ച വന്നെങ്കിൽ ശനിയാഴ്ച കൂടുതലും നമ്മുടെ ശനിയാഴ്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് പ്രാവശ്യം ഞായറാഴ്ച പോയത്. അങ്ങനെ പോയി. അപ്പോൾ അവർക്ക് ഫ്രൈഡ് ചിക്കൻ മതി പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിനൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ കൊടുക്കന് കുണിക്ക് മേടിക്കും. പിന്നെ അവൾക്ക് മേടിക്കാണ്ടിരിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ മേടിച്ചെന്നുള്ള അവൾക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ നീ ഇതൊക്കെ തിന്നേച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ടായിരുന്നു. എനിക്കും എൻ്റെ ഏട്ടനും ഓരോ ചായയും മേടിച്ച് ഒരു പരിപ്പടി ഒരു 10 മേടിച്ചിട്ട് എനിക്കും എൻ്റെ ഏട്ടനും പിന്നെ 4 പീസ് ചിക്കനായിട്ടാ. അത് തന്നെ ഒരു 1.5 പീസോടത്തോളം അവിടെ ബാക്കി വെച്ചിട്ട് വന്നിട്ടാ. ആരും തിന്നാനില്ലാണ്ട് എന്ന് വെച്ചാൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോൾ മേടിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കാർത്തുമോട് വന്നു കേട്ടോ. അതേ കാർത്തുമോട് പൊന്നിൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് അമരേത് നേരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടാണ് വന്നിട്ടാ. അങ്ങനെ കാർത്തുമോളുടെ ഉടുപ്പിന് ഞാൻ കളിയാക്കട്ടെ. കാർത്തുമോളുടെ മുമ്പിച്ചൊക്കെ പുറത്താണ് ഉടുപ്പിൻ്റെ കണ്ടിട്ട് അവൾക്ക് വെറുതെ വാശിയായിരുന്നു കേട്ടോ. ഉറക്കം വരുന്നുണ്ടായിരുന്നു, അതിൻ്റെ വാശിയായിരുന്നു. ഞാൻ കുടിച്ചേക്ക് കുപ്പിയിൽ കുടിക്കാൻ ഇഷ്ടം. അങ്ങനെ ഞങ്ങളത് അമ്പലത്തിക്കൊക്കെ പോയി രാവിലെ ഇറങ്ങിയതാട്ടോ. രാവിലെ നമ്മളൊരു 9:15 ഇറങ്ങി. ഇപ്പോൾ സമയത്തേ ക്ലോക്ക് അതേ ഇരിക്കുന്ന തലയ്ക്ക് മേലെ 9 മണിയാ. ഞാൻ ചോദിച്ചു. അപ്പോൾ 8:09 ഞങ്ങൾ എത്തുമ്പോൾ ഇപ്പം എത്തി. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാ ചേട്ടാ. എന്താ പിന്നെ വിശേഷം? അങ്ങനെ ഇരിക്കാൻ സ്ഥലമില്ല. കുറച്ച് അങ്ങോട്ടേക്ക് അച്ഛൻ്റെ മുണ്ട്. അപ്പോൾ കുണിക്കുമ്പോള് നല്ല ഉറക്കം. കുണിക്കുമ്പോൾ എവിടെ ഉണർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. നമ്മൾ വിഷ്ണുമാട അമ്പലത്തിൽ പോയി. സീറ്റ് തരും. അപ്പോൾ എന്താ പറയുക ഞങ്ങൾ രാവിലെ മുല്ലപ്പുറത്താവ് പോയി. പിന്നെ വിഷ്ണുമാട അമ്പലത്തിൽ പോയി. പിന്നെ അങ്ങനെ നമ്മുടെ പൊന്നൂന് ചെറുതായിട്ട് കൈക്ക് ഒരു ഉളുക്കും കാരണമൊക്കെ പറ്റിയിട്ട് ഇരിക്കട്ടോ. അപ്പോൾ അവർ ഡോക്ടറെ കാണിച്ചിട്ട് അവരൊന്നും എൻ്റെ പൊന്നൂന് പറ്റിയ കാര്യം പറഞ്ഞതാ. ശോഭ സിറ്റി വന്നു. അവർ വീട്ടിലേക്ക് അവർ പോയിട്ടാ. ഇനിയിപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ വരും കൊടുക്കലോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചിട്ട് വരുന്നല്ലേ പറഞ്ഞടാ. ചെവി എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തോണ്ടേ. ഞാൻ റോട്ടിൽ നിന്ന് തുഴഞ്ഞു വരണ്ടേ. തൃശ്ശൂർ റോഡ് തുഴഞ്ഞു വരണ്ടേ. ഓടിച്ചിട്ടല്ലേ വരും, തുഴഞ്ഞല്ലേ വരും. മാതിരി റോഡാ. അപ്പോൾ അങ്ങനെയൊക്കെ പോയി വന്നു. ഹാപ്പി ആയി. പക്ഷെ നമ്മളോട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് അല്ലേ, നമ്മൾ ഒരുപാട് ആൾക്കാർ ശോഭ. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയി എത്ര ബുദ്ധിമുട്ടില്ല. കുന്നംകുളത്ത് തൃശ്ശൂർക്ക് വണ്ടി ഓടിക്കാൻ അത്രയൊരു എന്താ പറയാ ടെൻഷൻ അടിക്കണ മാതിരി കാര്യം. അവിടെ കുഴി ഇവിടെ കുഴി ആകെ കുഴി. എളുപ്പമല്ല. ഞാൻ തൃശ്ശൂർ പണ്ടാരും പറയില്ല ഉറപ്പിച്ചിട്ട് പേടിയ പറയാം. ഭരണാധികാരികളെ ഇന്ന് വെയിലുള്ള ദിവസല്ലേ, അതിൽ എന്തെങ്കിലും കുറച്ചൊരു കണ്ണീരാ എന്തെങ്കിലും കൊണ്ടിട്ടൂടെ. അപ്പൊ അങ്ങനെ സിമെന്റില്ല വെണ്ണീറ അല്ല കോറിപ്പൊടി എന്തെങ്കിലും. അപ്പൊ പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമില്ല. ഇത് ഈ കുഞ്ഞിനോടാ
അമ്മ അച്ഛനെ നിർബന്ധിച്ചിട്ടാണ് കുഞ്ഞിനെ കല്യാണത്തിന് ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മൂത്തോള് ഇങ്ങനെ പറഞ്ഞേന്ന് അറിയും. പിന്നെ ഇവളുടെ കാര്യം ഇവിടെ ഇങ്ങനെ പറയാ, ചേച്ചി പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പറയാ, ഇവളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാ. അതായത് ആ സമയത്ത് നമുക്കൊരു 3-4 ആലോചന വന്ന് കിടക്കണ്ടായിരുന്നു. 3-5 ചെക്കന്മാരെ ഫോട്ടോസുകളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് കൂടുതലും ഈ പെണ്ണാലോചനകളും അത് യൂട്യൂബ് വഴി തന്നെയാണ്. അപ്പോൾ ഈ യൂട്യൂബ് വഴിയാകുമ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അവർ ചെക്കന്മാരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടായൊന്നുമില്ല. അപ്പം ഈ 3-4 ഫോട്ടോ കാട്ടിയിൽ കുഞ്ഞിന് പേഴ്സണലായി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് കണ്ണനെയാണ്. അത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, കുഞ്ഞിൻ്റെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ വലുത് അല്ലേ, ഞങ്ങൾ ഏതായാലും ഓക്കെ എന്നുള്ളെങ്കിലും കണ്ണനോട് സംസാരിച്ച് കഴിയുമ്പോഴാണ് അപ്പൊ കുഞ്ഞിനെ തന്നെയാണ് കണ്ണനെ സെലക്ട് ചെയ്ത്. 3-4 ചെക്കന്മാരില് കുഞ്ഞിനെ തന്നെ പറഞ്ഞെങ്കിൽ കണ്ണനെ മതി. നിങ്ങൾക്ക് കണ്ണേട്ടെ, അമ്മയ്ക്ക് അച്ഛനും കണ്ണൻ. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ അച്ഛനും അമ്മേനും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കന്മാരെ വെച്ച് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിന് കൂടുതൽ ഇഷ്ടമായത് കണ്ണനാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ലല്ലോ, അത് ഓരോരുത്തരുടെ അല്ലേ. ആ അത് നമ്മുടെ ദിലീപ് ഇതിൽ പറയണല്ലേ, ഒരു കാഴ്ച കൊണ്ട് കാണുന്നതല്ലല്ലോ ഇഷ്ടം എന്ന് പറയണത്. ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ തോന്നുന്നതല്ല ഇഷ്ടം. ദിലീപ് തന്നെ അച്ഛനെ കെട്ടിപ്പിടുത്തൊക്കെ കിട്ടാറുണ്ടല്ലോ. ആ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛനെ പറഞ്ഞത് അച്ഛാ അനിലേട്ടാന്നിട്ട് കെട്ടിപ്പിടിക്കണു. അനിലേട്ടനല്ലേ, അനിലേട്ടാന്നിട്ട് കെട്ടിപ്പിടിക്കണു. ഇപ്പൊ നമ്മള് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം. അതായത് ഉണ്ണി എന്നെ പറഞ്ഞു ലാലേട്ടനെ കണ്ട കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം. ലാലേട്ടാണോ നിങ്ങള്? പിന്നെന്താ ചെറിയൊരു പണിയെടുത്തു. ലാലേട്ടനാവണമെന്നില്ല. കാരണം എനിക്ക് ഓർമ്മ വെച്ച പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയ ഫേസ് ആണ് ലാലേട്ടൻ. ആ ആരാധനയാണ് ലാലേട്ടൻ എവിടെ അതായത് നല്ല മനസ്സിന്റെ ഉടമകളാവുമ്പോ അങ്ങനെയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കാനും ആരാധിക്കാനൊക്കെ ആൾക്കാരുണ്ട്. അതായത് ദിലീപ് എന്ന നല്ല മനസ്സ് കുറെ ആൾക്കാരൊക്കെ സഹായിക്കേണ്ട വീട് വെച്ചോ. അതുകൊണ്ടാണ് ഇക്കാൻ മനുഷ്യനോട് ഒരു ആരാധന കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നിയത്. ഇതൊക്കെ ഇപ്പൊ ഇന്നലെ അറിഞ്ഞുള്ളൂ, വീട് വെക്കുന്നതൊക്കെ തലയിട്ട് വീഴുമ്പൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പ്രണയം, ഇന്ന് ആരാധന. കുനിറ്റ് സ്വഭാവം ചെയ്തിട്ടൊക്കെ വാച്ച് പുതിയ വാച്ചല്ലതുകൊണ്ട് അപ്പേരെ തലക്കേറി കൊല്ലു. തലവേനിക്കുണ്ട് അതാ. ആ ചക്കും മാങ്ങയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയടാ. ഓ നിങ്ങളൊന്ന് പറയേ. ലീസ്റ്റ് ഇടണാ? ഒന്നും വേണ്ടേ, മോനെ ഫോൺ അടിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ഒരു ഒരു ഒന്ന് കേട്ടോ ഫോണൊന്ന്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് നെഗറ്റീവ് മാത്രമേ ചകഞ്ഞെടുക്കൂ, നെഗറ്റീവ് മാത്രം. അപ്പം കണ്ണന് ഇഷ്ടം, അപ്പം കുഞ്ഞിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമല്ലേ. കുഞ്ഞിന് കണ്ണനെ മതി, ഓക്കെ ഞങ്ങളും ഓക്കെ. നമ്മൾ 3-4 ആലോചന ആദ്യം കുഞ്ഞിനെ തന്നെയാണ് സെലക്ട് ചെയ്യാൻ കൊടുത്തത്. എന്താ വെച്ചാൽ അവളാണ് ലൈഫ് ലോങ് ജീവിക്കേണ്ടവള്, അവരാണ് ഇഷ്ടപ്പെടേണ്ടവർ. വേറെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, കുഞ്ഞിനല്ല അവിടെ ജീവിക്കേണ്ട ആൾ. അപ്പോൾ കുഞ്ഞിൻ്റെ ഇഷ്ടമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിൽ ഇനി പറഞ്ഞിട്ട് കാര്യം നെഗറ്റീവ് ഇട്ട് ചോറിനോര് ചോറിനോരിക്കും. എന്നാലും ബാക്കിയുള്ളവരോട് പറഞ്ഞതാണ് കുഞ്ഞിന് ഭയങ്കര എന്താ കാര്യം. ഞാൻ വാട്സപ്പ് മെസ്സേജ് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ആരോടും ഒന്നും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ തല്ലിട്ടോ ചെയ്യിപ്പിക്കണം. എന്ത് പറഞ്ഞാലും ചേച്ചി ചേച്ചി ചേച്ചി, പിന്നെ അവളെന്ത് ചെയ്യും?
അപ്പോൾ ഒരാള് സ്നേഹിച്ചു പോയെന്നെങ്കിൽ ലോകത്തുള്ളവരൊക്കെ അങ്ങനെ ആവണമെന്ന് നിങ്ങൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. ഒരു വീട്ടിൽ 2-3 പേരുണ്ടെങ്കിൽ എല്ലാവരും ലവ് മാരേജ് ആവണമെന്നില്ല, ആവാത്തതും ഇല്ല, ആവണതും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരാള് പോയിന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കുണ്ടാവുന്ന 4 മക്കളും 4 ക്യാരക്ടറായിരിക്കും, ഒരിക്കലും ഒരേ ക്യാരക്ടർ ആയിരിക്കില്ല. ഈ വിരല് 5 വിരലുണ്ട് നമ്മുടെ ശരീരത്ത്, ഒരേപോലെയല്ലോ കേട്ടിറക്കങ്ങളുണ്ടല്ലോ. ഇത് നമുക്ക് കയറ്റിറക്കങ്ങളും കാരണമുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് എൻ്റെ വീട്ടില് അതിനായിട്ട് 6 മക്കളാണ്. ഈ 6 മക്കളും 7 മക്കളുണ്ട്. ഞാൻ ആറുന്നുണ്ട്. 7 മക്കളുണ്ട്. ഈ 7 മക്കള് ഒരേപോലെ അല്ല സ്വഭാവം, എല്ലാവരും ഡിഫറെന്റ് സ്വഭാവ എൻ്റെ വീട്ടിലൊരു 2-3 ചേട്ടന്മാർ 2-3 ആൾക്കാർ പ്രേമിച്ചെല്ലാം അയച്ചവരുണ്ട്, പ്രേമിക്കാത്ത ആരാണെങ്കിൽ 2-3 ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ ഒളിച്ചോടി വരുന്നുണ്ട്, അത് വെച്ചിട്ട് മറ്റെല്ലാവരും ഒളിച്ചോടിയിട്ടൊന്നല്ല വന്നിക്കുന്നത്. ഇവിടെ 4 ആളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ 4 ആളുണ്ട്. 4 സ്വഭാവ രീതികളാണ്. ഇവിടെ 4 ഉണ്ട്. ഇവിടുത്തെ 4 സ്വഭാവം, 4 ടേസ്റ്റുമാണ്, 4 ഇഷ്ടങ്ങളാണ്. എല്ലാം അവരുടെ സങ്കല്പങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ വെറൈറ്റിയിലാണ്. അല്ലാണ്ട് ഒരാളും അപ്പോൾ കുഞ്ഞൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അത് കുഞ്ഞൻ്റെ കാഴ്ചപ്പാടാണ്. അത് നിങ്ങൾ പണ്ടല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ഞാൻ പറയാം. ഒരാളുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുക. കല്യാണം എന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. അല്ലാണ്ട് മറ്റൊരാൾ മോളെ ഈ ആളെ കല്യാണം കഴിച്ച മോളെ ആളെ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാനുള്ള ആൾക്കാരല്ല നമ്മൾ. നമുക്ക് ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് ആരെ കല്യാണം കഴിക്കണം, ആരോട് നമ്മൾ ജീവിക്കണം, അത് നമ്മുടെ മാത്രം ഇഷ്ടമാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ് ഉള്ളവരോട് പറയണം, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞൻ്റെ ഇഷ്ടമാണ്, കുഞ്ഞൻ്റെ ലൈഫ് എങ്ങനെ വേണം, എന്ത് വേണം, അത് ആരെ കല്യാണം കഴിക്കണം എന്ന് കുഞ്ഞൻ്റെ ഇഷ്ടങ്ങളാണ്. അത് കുഞ്ഞൻ ഇതാക്കട്ടെ. അല്ലാണ്ട് നമ്മളല്ലല്ലോ പറയേണ്ടത്, നമ്മളല്ലല്ലോ സ്വന്തം അച്ഛനമ്മയെ ഞങ്ങൾക്ക് തീരുമാനിക്കുക. ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് സെലക്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് 4 ആളുണ്ട്, 4 നല്ല ജോലിക്കാരും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ കുഞ്ഞത് മതി അല്ലെങ്കിൽ ഇത് ഞാൻ ഒന്നും വേണ്ട, കുഞ്ഞിന് ഇട്ട് കൊടുത്തു. കുഞ്ഞൻ ഏതാണ് ഇഷ്ടപ്പെട്ട പറഞ്ഞോ ഞങ്ങളപ്പോൾ അവരോട് ഓക്കെ പറയാം. കുഞ്ഞല്ലാന്ന് പറഞ്ഞു ഇപ്പം നാളെ എന്ത്, അതൊന്നും നമുക്ക് മനുഷ്യാവസ്ഥയല്ലേ, നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒക്കെ നമുക്ക് ഇതാക്കാൻ പറ്റുമോ? അപ്പം നമ്മൾക്കിപ്പോൾ അവരെ കണ്ടപ്പോൾ നല്ല ആൾക്കാരാണ്. അവളെ ഇഷ്ടമാണ് കണ്ണേട്ട. പിന്നെ കണ്ണേട്ട തടിയുണ്ട്, അതും ആൾക്കറിയാം. കണ്ണൻ തടിയുള്ള ആളെന്നൊക്കെ അതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ അവളെ ആളെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അത് കുറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ തടീനെ കുറ്റം പറഞ്ഞപ്പോ ഞങ്ങള് വീട്ടിലപ്പോ ഞാൻ തടിയുണ്ട്, എൻ്റെ അനിയനായിട്ട് തന്നെ അനിയൻ്റെ വീട്ടിലുള്ളവരും തടിയുണ്ട്, എൻ്റെ വീട്ടിലുള്ളവരും തടിയുണ്ട്. ഞാൻ ഓർമ്മ വെച്ച് തരുമ്പോൾ എൻ്റെ അമ്മ തടിയുള്ള ആളാണ്. പിന്നെ നാളെ എൻ്റെ മോൻ തടി വയ്ക്കില്ലേ, അപ്പൊ അവന് പെണ്ണ് കിട്ടണ്ടേ ലോകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ എന്തിനാ ചിന്തിക്കണ്? അപ്പൊ ഈ ലോകത്ത് നമ്മൾ ജനിച്ചെടുക്കാൻ എല്ലാവർക്കും ഒരു എണ്ണ വേണം. അപ്പോൾ ആ കണ്ണനും കുഞ്ഞിനായിരിക്കും അവരെ ഒന്നാമനായിരിക്കും യോഗം. അപ്പോൾ അത് അവർ ഒന്നായി സന്തോഷത്തോടെ. എന്നിട്ട് വീണ്ടും പറയണ്ട കേട്ടാ, ഇവർ ഈ നമ്മൾ ഇന്നലെ ഇട്ട കണ്ണൻ്റെ വീഡിയോ കാണിച്ചിട്ടുള്ള വീഡിയോയ്ക്ക് വീണ്ടും കമൻറ്റ് വന്നിട്ടുണ്ടെന്നാണ്. ഇവർ നുണ പറയണ, ചെക്കൻ്റെ ഫോട്ടോ ഒന്നും കാണിച്ചിട്ടില്ല, ലാലേട്ടൻ്റെ ഏതോ ഒരു ഫോട്ടോ അവർ മുഖം മറിച്ചിട്ടുകയാണ്, അവർ ഫേക്കാണ്. ചെക്കൻ്റെ കാണിച്ച വീഡിയോ നിങ്ങളൊന്ന് ആലോചിക്കണം, കണ്ടോര് നിങ്ങൾ കണ്ടോരല്ലേ. അപ്പൊ ഈ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചതല്ല, അത്യാവശ്യം ടൈം നമ്മൾ കണ്ണന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, കണ്ണന്റെ കുഞ്ഞിന്റെ കൂട്ടിയുള്ള ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഞാനും കണ്ണേട്ടനും ലാലേട്ടന്റെ ഫാനാണ്. അതാണ് അതെ. അപ്പൊ അതല്ല ഞാൻ പറയണത്. അപ്പോൾ ആ ഇതിനിടയ്ക്ക് ഈ നെഗറ്റീവ് സത്യമുള്ളതാണോ അവര് എഴുതിയിരുന്നത്? ഞങ്ങളെ ചെക്കനെ കാണിച്ചിട്ടും അതിൻ്റെ അതിൽ കമന്റ് ബോക്സിൽ കമന്റ് ഉണ്ടതാ, അവര് ചെക്കനെ കാണിച്ചിട്ടില്ല, ഫേക്കാണ്, ചെക്കന്റെ മുഖം മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ട് മുഖം മറിച്ചിട്ടുണ്ട്, തമിഴിന് മുഖം മറിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ ചെക്കനെ കാണിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നേരം നമ്മൾ ചെക്കനെ കാണിക്കുന്നുണ്ട്. അത് ചിലരൊരു അസൂയ കാണും, ടൈം ഇട്ട് കൊടുത്ത് ഇത്ര മിനിറ്റിലാണ് നമ്മൾ ചെക്കൻ്റെ ഫോട്ടോ കാണുന്നത് വെച്ചാൽ. അപ്പോൾ ഈ വീഡിയോ കാണാണ്ട് അടിച്ചാൽ ഞാൻ അവിടെ കണ്ടിട്ട് പൊക്കോളാൻ. നമ്മൾ വീഡിയോ കാണണ്ട, എന്തൊക്കെ കുനിറ്റ് കുശുമ്പാറയാണല്ലേ എന്ന് ആലോചിച്ച് നോക്കി. ഒരു കുനിറ്റിൻ്റെ ഈ നെഗറ്റീവ് ഇടുന്ന കുനിറ്റിൻ്റെ ആൾക്കാർ ഒരു അന്യ തരം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ചിന്താഗതി ആൾക്കാരും വേണം? എന്തിനാ അതൊക്കെ പറയില്ല. ഒന്ന് മാത്രല്ല നമുക്ക് നല്ലതുണ്ടാവുമ്പോ ഒരു സൈഡ് പൊട്ട വേണല്ലോ, കണ്ണിടാൻ പൊട്ട വെക്കില്ലേ,
കണ്ണിടാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടി കുറച്ച് ആൾക്കാരാണ്. വല്ലാത്ത സ്ഥലം. പക്ഷേ നിങ്ങളൊക്കെ എന്ത് നെഗറ്റീവ് ഇട്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വിജയം. ഇപ്പൊ ഞങ്ങൾ അമ്പലങ്ങളിൽ രണ്ടമ്പലങ്ങളിൽ പോയി, രണ്ടമ്പലങ്ങളിൽ നമ്മൾ അറിയണവരുണ്ട്, നമ്മുടെ അടുത്ത് വന്ന് വർത്താനം പറയണം, നമ്മുടെ അടുത്ത് സെൽഫി എടുക്കണു. എന്നിട്ട് ഇന്നിപ്പോ ശോഭസിന്റെ കൂട്ടി മുഖത്ത് അമ്മ എന്നിട്ട് മുഖം വന്നിട്ട് പിടിച്ച ബാക്കി പിന്നെ ഞാൻ പറയണില്ല. പറഞ്ഞു അതാണ് അമ്മ ബാക്കി പറഞ്ഞു, അതറിയാൻ പറ്റേ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ ആ കൂട്ടി അമ്മ അമ്മനെ കാണാൻ വീഡിയോയില് കാണേക്കാൾ എന്തൊരു സുന്ദരി നേരിട്ട് കാണാൻ. ചേച്ചിയുടെ കണ്ണിന് പ്രശ്നമുണ്ട്, അങ്ങനെ പറയില്ല കേട്ടാ, അതൊക്കെ സുന്ദരി കേട്ടാ, അതൊക്കെ സുന്ദരി അമ്മയുടെ ഭംഗി കിട്ടണമെങ്കിൽ നിങ്ങൾ 7 ജന്മം തപസ്സിരിക്കണം മക്കളെ. അതൊക്കെ വേറെ ലെവലല്ലേ, ഇതൊന്നും അറിയില്ല. ഞങ്ങളെല്ലാം തമാശ പറഞ്ഞല്ലേ, ഇതൊക്കെ തമാശ. നമ്മള് തമാശ പറയുമ്പോ അത് നിങ്ങളുടെ കാര്യം ചൂടെടുക്കണ്ട. അപ്പോൾ ഞാൻ പറയാൻ വന്ന് വരുന്നില്ല. അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെ നെഗറ്റീവാണ്, ഞങ്ങൾ തളരില്ല. എന്നോടെന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് ആ മാതിരി സപ്പോർട്ടാണ് ഓരോരുത്തരുടെയും. ചിലരൊന്ന് കെട്ടുപിടിക്കണു, ഉമ്മ ഇടയ്ക്ക് വയ്ക്കണവരുണ്ട് നമ്മളെ തന്നെ. പിന്നെ കെട്ടിപ്പിടിച്ച് കുറ്റായിട്ട് പറയരുത്. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് പെണ്ണുങ്ങളെ, ആണുങ്ങളല്ല. അതൊന്നും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല, പെണ്ണൊന്നും ഇല്ല. എന്നാലും ഉണ്ണി ആരെയും കെട്ടിപ്പിടിക്കണ്ട. ഉറപ്പാണല്ലേ? അല്ലല്ല, ഒന്നുകൂടി ഒരു തരം, 2 തരം, 3 തരം. അല്ല, ഉമ്മ കൊടുക്കണതും അതിന് ഉമ്മ എന്നല്ല പറയാ, മുത്തം മുത്തം മുത്തം. അപ്പൊ അങ്ങനെ അതിന് പറയാം മുത്തം. ആ മുത്തം എന്താ കൊടുക്ക? തണ്ണിമത്തനാ? എവിടുന്ന്? അപ്പോൾ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നെഗറ്റീവ് ഇടുമ്പോൾ പിടിക്കുമ്പോഴും അപ്പം നമ്മളൊന്ന് തളച്ചപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയെങ്കിലും നമ്മൾ പുറത്ത് പോയിരുമ്പോൾ ഭയങ്കര ഫുൾ എനർജിയിലാണ് വരുന്നത്. എന്താ വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും കൺഗ്രാറ്റ്സ് പറഞ്ഞു, ചെക്കൻ നല്ല ചെക്കനാണ്, നല്ല ഇഷ്ടമായി എന്നാണ്. ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെ കാഴ്ചയാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. ഞങ്ങൾക്ക് കണ്ണിന് ഭയങ്കര ഈ ലാലേട്ടൻ എത്ര ഭംഗി, കാരണം ഈ ലാലേട്ടനെ നെഗറ്റീവ് ഇല്ല. അപ്പുറത്ത് എന്ത് നല്ല ചെയ്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പുറത്ത് നല്ലത് പറ്റും. ഇപ്പൊ സുരേഷ് ഗോപി നല്ലത് പറയുന്നുണ്ട്, അതിന് നെഗറ്റീവും പോസിറ്റീവും ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ, ഞങ്ങൾ അത്രയും. അപ്പം നമ്മൾ നോക്കി നിൽക്കുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കും, അത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ. പിന്നെന്തൊരു കാര്യം പറയണമെന്ന് വെച്ചല്ലോ, ഒരു കാര്യം കൂടി പറയണമെന്ന് വെച്ചു, എന്തോ മറന്നു. ആഹാ, നല്ല കോട്ടയം. ഒരു മണിക്കൂർ 1.5 മണിക്കൂറാണ് സുഖമായിട്ട് ഉറങ്ങാത്തവര് ഞാനും എന്നേട്ട് മാത്രമല്ല, ബാക്കി എല്ലാവരും ഉറങ്ങി യാത്രയിൽ. ഞങ്ങൾ രണ്ടാളും യാത്രയിൽ ഉറങ്ങിയിട്ടില്ല. പിന്നെ കർക്കിടക മാസമായിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പറ്റേക്ക് ഏറ്റവും വിഷമം ഇതായിരുന്നു. കർക്കിടക മാസം സമയത്ത് എനിക്ക് പോകാൻ പാടല്ലാണ്ട് ഇരിക്കുകയായിരുന്നു പോവാൻ. അപ്പോൾ എനിക്കിപ്പോൾ അത് മാറി പോയപ്പോഴാണ് സന്തോഷമായിട്ട്. സത്യം പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പക്ഷെ നമുക്ക് നാളെ ഉച്ച തിരിഞ്ഞിട്ട് പോകാൻ പറ്റണം. എന്താ വെച്ചാൽ കാര്യം പറയാനുള്ളത്, കുത്തമ്പുള്ളിന്ന് എടുത്തതാണ്. നല്ല ഷർട്ടുകളുണ്ട്, നല്ല മുണ്ടുകളുണ്ട്, ഓണൊക്കെ ആയിട്ട്. അതല്ല, അച്ഛന് ഈ ഡ്രസ് ഇട്ടപ്പോ പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ, അച്ഛന് ഇതിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടമായി. തുണി ഓണക്കല്ലേ ഇഷ്ടപ്പെടാൻ പക്ഷെ ഒരുപാട് വിലയില്ല. നമ്മളൊരു തുണി എടുത്ത് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ പോയി, ഞാൻ പറഞ്ഞ ഒരു തുണി 1 മീറ്ററിന് 150 2 ഒരു 300-400 ഈ തുണിക്ക് വേണം. അതിന് അടിക്കൂലി നമുക്കൊരു 110-120 ആ റേഞ്ചൊക്കെ ആവും ഇതിന്റെ മീറ്റർ തുണി. ആ, ഈ തുണി ഞാൻ ചുരിദാർ പിടിക്കാൻ വരുന്നത് അന്നേരം ഒരു 300 എന്നാലും കുഴപ്പമില്ല. 300 പിടിക്കും, 400 പിടിച്ചോ. നമ്മൾ ഇത് അടിക്കൂലി ഒരു 400 വേണം ഇങ്ങനെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം 800. ഇത് പ്രിന്റ് ചെയ്യാൻ വേണം 10-200 രൂപ. 400 അടിച്ചുകൊണ്ടാണ് 800 ആയത് അല്ലേ? അത് എൻ്റെ അനിയനും അനിയൻ്റെ കുട്ടിക്കും 1200 രൂപ
രൂപയാണ് നമുക്കിത് അവിടെ നിന്ന് മേടിക്കാൻ 800 അല്ലേ? ഇല്ല 600 എത്ര അവർ ഡിസ്കൗണ്ട് കാര്യങ്ങൾ 600 അത്രയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു? അതെല്ലാം അവിടെ അവര് അതിനുള്ള വില എടുക്കണില്ല. അവർ എത്ര ശതമാനം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓർഡറും അവർ സ്വീകരിക്കട്ടെ. എന്താ വെച്ചാൽ നമ്മളവിടെ പോയിട്ട് നമ്മൾ അളവ് കൊടുത്ത് ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ പ്രിന്റ് ചെയ്ത് തരും കേട്ടോ. നല്ല ഇടാൻ നല്ല സുഖമുള്ള തുണിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓണൊക്കെ ആയിട്ട് നല്ല പുതുമ നല്ല മൊഞ്ചായിട്ട് നടക്കണമെങ്കിൽ AR പോവുക. കുത്തമ്പുള്ളി അല്ലേ? കുത്തമ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാ. കുത്താമ്പുള്ളി സ്ഥലത്തിന്റെ പേരാ. ആയിരിക്കും, അത്രയ്ക്ക് അറിവില്ല. സ്ഥലത്തിന്റെ പേര് തന്നെയാണെന്ന് പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചു എന്നല്ല പറഞ്ഞു. ലാലേട്ടന് കുത്താമ്പുള്ളി എന്ന് പറയണ എന്തോ ഒരു പ്രത്യേകത ചോദിച്ചതെന്ന് പറഞ്ഞു. അന്ന് എന്തായാലും പേര് രാജേഷ് അല്ലേ? രാജേഷും അരവിന്ദും രാജേഷും പേര് മറന്നാണ്. അങ്ങനെ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഞങ്ങൾ പോവാം. എന്തായാലും നാളോട്ട് അമ്പലങ്ങളിലേക്ക് പോകണം. നാളോട്ട് കുഞ്ഞിനെ കൊടുക്കണം, സ്കൂളിൽ കൊടുക്കാണ്. കുറെ ദിവസമായി കുഞ്ഞുങ്ങൾ കൊടുക്കണോടേക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ട് മഴയും കപക്കെട്ടും പിന്നെ അതിന്റെ ഇടയിൽ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്തൊരു ദുരന്തം ഏത് തരത്തിലും നിപ്പ വന്നുകൂടിയുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 2 പ്രാവശ്യം മേടിച്ചിട്ട് ഇത് കഴിച്ചു റംബൂട്ട. പേടി കഴിക്കുമ്പോ ഇനി അത് കഴിക്കൂല. ഇനിയിപ്പോ എന്തായാലും അടുത്തൊന്നും റംബൂട്ടനോ ഫ്രൂട്ട്സൊന്നും മേടിക്കാൻ പരമാവധി മാസ്ക് മേടിച്ചു ഞങ്ങള്. അമ്പലത്തിൽ വെക്കാൻ പറഞ്ഞിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഒരു ബോക്സ് ഒക്കെ മാസ്ക്. ഇപ്പൊ നമ്മള് ശീല പണ്ടൊക്കെ ഇത് വെച്ചിട്ട് ഇറങ്ങാൻ പാടില്ല. ആരും വെച്ചിട്ടില്ല. അത് ചിലരങ്ങനെ വരുമ്പോ വെക്കാത്ത വയസ്സായവരൊക്കെ വെക്കാണ്ട് അത്ര. അപ്പൊ ഇനി എന്തായാലും കർക്കിടക മാസം അല്ലെ ഈ മാസം കഴിഞ്ഞവർക്ക് അമ്പലങ്ങളിലൊക്കെ പോയി ഒന്ന് തൊഴുത് നമുക്ക് മനസ്സും ശരീരവും ഒക്കെ ശുദ്ധീകരിത്താം അല്ലേ? അപ്പൊ പോയാലോ? നിർത്തുന്നു. ബൈ.